മക്കളെ, ഇന്ന് നമ്മൾ അഞ്ജു ഗർബന്ത് എഴുതിയ ഗിടുക്കി എന്ന ലഘുകഥയുടെ സമ്മറിയാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന കഥ, ഇതിലെ ലേഖകനും അതുപോലെ തന്നെ ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്. അവർ ഒരു വിവാഹത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഹോഷിയാറിലേക്കാണ് അവർ വിവാഹത്തിന് വേണ്ടി പോകുന്നത്. ഹോഷിയാർപൂർ എന്ന സ്ഥലത്തേക്കാണ് വിവാഹത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് അവരുടെ യാത്ര. ലേഖകൻ ആദ്യം തന്നെ AC കമ്പാർട്ട്മെൻറ്റിലെ യാത്ര ഒഴിവാക്കിയിട്ട് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ആ സമയങ്ങളിൽ സർദി പറഞ്ഞാൽ തണുപ്പ്, ആ സമയങ്ങളിൽ എങ്ങനെയായിരുന്നു, തണുത്ത കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനറൽ കോച്ചിൽ പോവാനും അവിടെയുള്ള ആ ഒരു രീതിയും അതുപോലെ തന്നെ ആ ഒരു യാത്രയിലെ ആനന്ദം ആസ്വദിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് യാത്ര ചെയ്യുന്ന കാര്യം. ഭാര്യയ്ക്കും മക്കൾക്കും സമ്മതമില്ല. അവർക്ക് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു, എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. കുറച്ച് സമയത്തെ എതിർപ്പിന് ശേഷം അവർ സമ്മതിക്കുന്നു. എങ്കിൽ അങ്ങനെ ആവാം, പൈസയും കുറവായിരിക്കും, പിന്നെ വലിയ ചൂടൊന്നും ഇല്ലല്ലോ, തണുത്ത കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ കോച്ചിൽ തന്നെ പോകാം എന്നവർ സമ്മതിക്കുന്നു. അങ്ങനെ അവർ യാത്ര തുടങ്ങുകയാണ്. സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ വിഷമമൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. അവർ കയറുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്തു, സൈഡ് സീറ്റ് അവർ കരസ്ഥമാക്കി. ഭാര്യയും ഭർത്താവും, ലേഖകൻ്റെ ഭാര്യയും അവരുടെ സാമഗ്രികളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം 2 പേരും സംസാരത്തിൽ മുഴുകുകയാണ്. ആ സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം അവിടേക്കൊരു സ്ത്രീ കയറി വരുന്നു. ആ സ്ത്രീ ഇരുണ്ട നിറമുള്ള ഒരു സ്ത്രീയാണ്. നല്ല കറുത്ത കണ്ണുകൾ, കൺമഷി എഴുതിയ നല്ല കറുത്ത കണ്ണുകളാണ്, സുന്ദരിയായ ഇരുണ്ട നിറത്തിലുള്ളൊരു സ്ത്രീയായിരുന്നു. ഷാൾ വിൽക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീ എന്ത് ചെയ്യുന്നത്, ട്രെയിനിലേക്ക് കയറി വന്നിട്ടുള്ളത്. അവർ പറയുന്നു, ചേച്ചി, ജമ്മു കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഷാളുകളാണ്, വളരെ മികച്ചതാണ്, നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ലേഖകൻ്റെ ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങുന്നു. ലേഖകൻ്റെ ഭാര്യ എത്രയാണ് ഷാളിൻ്റെ വില എന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് വിൽപ്പനക്കാരിയായ സ്ത്രീ പറയുന്നു, ഒരു ഷാളിന് 250 രൂപയാണ്. അത് കേട്ട ലേഖകൻ്റെ ഭാര്യ പറയാണ്, അത്രയും വില കൂടിയതാണോ എന്ന് ചോദിക്കുന്നു. ചേച്ചി, നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്തോളൂ, കൂടുതൽ പീസ് എടുത്തോളൂ, നിങ്ങൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് തരാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ലേഖകൻ്റെ ഭാര്യ എന്ത് ചെയ്യാണ്, കൂടുതൽ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് 5 പീസ് എടുത്താൽ എത്രയാവും എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ വിലപേശലിന് ശേഷം 150 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നു. ലേഖികയാണ് 150 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നത്. അതിനു മുമ്പ് ലേഖിക പറയുന്നുണ്ട് 100 രൂപയ്ക്ക് തരാൻ വേണ്ടി. 100 രൂപയ്ക്ക് തരാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മുടെ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതിക്ക് വളരെയധികം സങ്കടമുണ്ടാകുന്നു. അത് വളരെ കുറഞ്ഞ വിലയിലെ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ആ സ്ത്രീയുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്നു. അത് കണ്ട സമയത്ത് ലേഖകനും അതുപോലെ തന്നെ നമ്മുടെ ലേഖകൻ്റെ ഭാര്യയ്ക്കും ചെറിയ വിഷമം അനുഭവപ്പെടുകയും അവരെന്ത് ചെയ്യാണ്, 150 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു 150 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നു. അങ്ങനെ 150 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നു. ഈ ലേഖിക, നമ്മുടെ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി 150 രൂപയ്ക്ക് സാധനങ്ങൾ കൊടുത്ത് തിരിച്ചിറങ്ങി പോയതിന് ശേഷം ലേഖകൻ്റെ ഭാര്യ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു പ്രാവശ്യം 150 രൂപ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ യുവതി സമ്മതിച്ചു. ശരി, 150 രൂപയ്ക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വില പേശുകയാണെങ്കിൽ ഇതിലും വില കുറച്ച് കിട്ടുമായിരുന്നു എന്നായിരുന്നു നമ്മുടെ ലേഖകൻ്റെ ഭാര്യയുടെ ചിന്ത. യാത്രയിലുടനീളം അതായിരുന്നു ചിന്ത. വളരെ മണ്ടത്തരായിപ്പോയി ചെയ്തത്, കുറച്ചുകൂടെ വില പേശിയിട്ട് കുറച്ചുകൂടെ വില കുറച്ച് വാങ്ങാമായിരുന്നു എന്നതായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ നമ്മുടെ ലേഖകൻ ആ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോവുകയും നിരാശനും അതുപോലെ തന്നെ ക്ഷീണിതനും ആയിട്ട് അദ്ദേഹം തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇതുപോലെ നനവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആ സമയങ്ങളിൽ നമ്മുടെ ലേഖകൻ ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ ഈ
ഗിടുക്കി എന്ന ലഘുകഥ. അതായത് ഒരേ കാര്യം തന്നെ രണ്ട് പേര് നോക്കി കാണുന്നത്, ഒരേ സംഭവം ഒരേ സമയത്ത് നടന്നത്, രണ്ടുപേർ അവിടെ ഇരിക്കുന്നു, രണ്ടുപേര് നോക്കി കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒരാൾ സഹതാപത്തോടെയും മറ്റേയാൾ എങ്ങനെയാണ് ആർത്തിയോടെ, ലാലച്ച്, കൊതിയോടെ, ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടാകുമോ, അവരുടെ ജീവിതം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ വളരെയധികം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്നി ചിന്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മറി. ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ കാണുക. ഇനി അടുത്തതായിട്ട് എല്ലാ മീനിങ്ങുകളും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.